السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونستهدي ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم للإنسان ما تمنى فلله الآخرة والأولى وكم من ملك في السماوات لا تغني شفاعتهم شيئا إلا من بعد أن يأذن الله لمن يشاء ويرضى. إن الذين لا يؤمنون بالآخرة ليسمون الملائكة تسمية الأنثى وما لهم به من علم يتبعون إلا الظن وإن الظن لا يغني من الحق شيئا. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പന, നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കുക. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത്, മർഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും രോഗങ്ങൾക്ക് അള്ളാഹു പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, കീറിമുറിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു തആല നാം ഏവരെയും കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. 53-ാം അധ്യായം സൂറത്തു നജ്മിലെ 23 ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത്. ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ 24 മുതൽ 28 വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുക, പകർത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികൾ എന്നും കാത്തു സൂക്ഷിക്കേണ്ടതാണ് ആരാധന അള്ളാഹുവിനെ മാത്രമാവുക എന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി അള്ളാഹു അല്ലാതെ മറ്റൊരാളുമില്ല എന്ന് വിശ്വസിക്കുകയും അതിനനുസരിച്ച് കർമ്മങ്ങളെ ചിട്ടപ്പെടുത്തുകയും ചെയ്യണം. അള്ളാഹുവിന്റെ റസൂല് കളവ് പറഞ്ഞിട്ടില്ല. ആ പ്രവാചകൻ കൊണ്ടുവന്നതെല്ലാം വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്ന് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തി. എന്നിട്ടും സത്യമാർഗം വന്നെത്തിയിട്ടും അതൊന്നും സ്വീകരിക്കാതെ വീണ്ടും അള്ളാഹു അല്ലാത്ത മറ്റു പല ദൈവങ്ങളെയും കണ്ടെത്തുകയും അതിനെ ആരാധിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ശരിയായ, ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അള്ളാഹു പൊറുക്കാത്ത മഹാപാപമാണ് എന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തി. ഇനി അള്ളാഹു തആല 24, 25 ആയത്തുകളിൽ ചോദിക്കുന്നത്, ഇവരുടെ ഈ ധിക്കാര സ്വഭാവം കണ്ടാൽ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സുകളിലുള്ള ചിന്ത, അവൻ എന്ത് ഉദ്ദേശിച്ചാലും, ഉദ്ദേശിക്കുന്നതെല്ലാം, ചിന്തിക്കുന്നതെല്ലാം അവന് ചെയ്യാം. അവൻ വ്യാമോഹിക്കുന്ന, അവൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അവന് നേടിയെടുക്കാൻ കഴിയുമെന്നാണ് മനുഷ്യന്റെ ഈ നിലപാട് കണ്ടാൽ തോന്നുക എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. മനുഷ്യരെ, ഇല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാൻ കഴിയില്ല. എല്ലാം അള്ളാഹുവിന്റെ അരികിലാണുള്ളത്. റഹ്മാനായ റബ്ബ് എന്താണോ തീരുമാനിച്ചത് അത് മാത്രമേ നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ എന്ന് ബോധ്യപ്പെടുത്തുകയാണ് അള്ളാഹു തആല. അംലിൽ ഇൻസാനി മാ തമന്നാ. അംലിൽ ഇൻസാൻ, ഇൻസാൻ മനുഷ്യൻ. അംലിൽ ഇൻസാനി, അതല്ല മനുഷ്യനുണ്ടോ, മാ തമന്ന, അവൻ വ്യാമോഹിച്ചത്, അവൻ കൊതിച്ചതെല്ലാം അവനുണ്ട് എന്നാണോ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്, അവൻ ചിന്തിക്കുന്നത്? ഞാൻ ആഗ്രഹിച്ചതൊക്കെ എനിക്ക് നേടിയെടുക്കാൻ കഴിയും, എനിക്കതിനുള്ള സമ്പത്തുണ്ട്, എനിക്കതിനുള്ള അധികാരമുണ്ട്, എനിക്കതിനുള്ള കഴിവുണ്ട് എന്നാണോ മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കുന്നത്? അംലിൽ ഇൻസാനി മാ തമന്ന, അതല്ല മനുഷ്യന് അവൻ മോഹിച്ചതാണോ ലഭിക്കുന്നത്? ഫലില്ലാഹിൽ ആഖിറതു വൽ ഊലാ. എന്നാൽ മനുഷ്യരെ, നിങ്ങൾ വ്യാമോഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് കിട്ടുകയില്ല. കാരണം ഫലില്ലാ, അള്ളാഹുവിനുള്ളതാണ് അൽ ആഖിറത, അവസാനത്തെ പരലോകവും, വൽ ഊല, ആദ്യത്തെ ഇഹലോകവും. അള്ളാഹുവിനുള്ളതാകുന്നു പരലോകവും ഇഹലോകവും. എല്ലാം റഹ്മാനായ റബ്ബിനുള്ളതാകുന്നു. ഇഹലോകത്ത് ആഗ്രഹ സഫലീകരണവും പരലോകത്ത് ശുപാർശയും കാക്ഷിച്ചുകൊണ്ടാണ് ബഹുദൈവ വിശ്വാസികൾ അള്ളാഹുവിന് പുറമെയുള്ള ദൈവങ്ങളെ തേടി പോകുന്നത്. ഈ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നത്, അവരോട് വിളിച്ച് തേടുന്നത് എന്തിനു വേണ്ടിയാ?
അവർ അള്ളാഹുവിന്റെ അടുക്കൽ റെക്കമെൻഡ് ചെയ്യും, നമ്മൾ പാവികളാണ്, അതുകൊണ്ട് അള്ളാഹുവേദ ഇവൻ എന്റെ ആളായിരുന്നു, എന്റെ ഇതിൽ വിശ്വസിച്ചവനാണ്, എന്നോട് തേടിയവനാണ്, അതുകൊണ്ട് ആ ഔലിയാക്കളും ബീവിമാരും ഒക്കെ നാളെ റഹ്മാനായ റബ്ബിന്റെ അരികിൽ അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും എന്നതാണല്ലോ വിശ്വാസം, മക്കയിലുള്ള മുശ്രിക്കീങ്ങളെ പോലെ തന്നെ. എന്നാൽ അള്ളാഹു പറയുന്നു, അങ്ങനെ നിങ്ങൾ മറ്റു ദൈവങ്ങളെ തേടിപ്പോയാൽ അതൊരു മിഥ്യാധാരണയാണ്. ഇഹപരത്തിലുള്ള നാളെ ഭൗതികമായ ജീവിതത്തിലും നാളെ പരലോകത്തും എന്തെല്ലാം സൗഭാഗ്യങ്ങൾ നൽകാൻ കഴിയുമോ അതെല്ലാം റഹ്മാനായ റബ്ബിന് മാത്രമേ കഴിയുകയുള്ളൂ. അവനാണ് ദുനിയാവിന്റെയും പരലോകത്തിന്റെയും പരമാധികാരമുള്ളത്, റഹ്മാനായ റബ്ബിനാണ്. അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമേ നടക്കുകയുള്ളൂ. അവനെ ഒഴിവാക്കിയിട്ട് അതല്ലെങ്കിൽ അവനെ മറികടന്നുകൊണ്ട് ഒരു കാര്യവും ലോകത്ത് ഒരാൾക്കും ചെയ്യാൻ കഴിയുകയില്ല എന്ന് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുകയാണ്. തുടർന്നുള്ള ആയത്തിൽ അല്ലാഹു പറയുന്നത്, ഇവരുടെ വിശ്വാസം, മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ ഈ വിഗ്രഹങ്ങളെല്ലാം അത് മലക്കുകളുടെ പ്രതീകങ്ങളാണ്, അതുകൊണ്ട് അവർ ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും, ശുപാർശ ചെയ്യും, അവർ നാളെ പരലോകത്തെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളും എന്ന വിശ്വാസമായിരുന്നു മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക്. ഈ കാലഘട്ടത്തിലുള്ള മുസ്ലിമീങ്ങൾക്കും ഉള്ളതുപോലെ ഞങ്ങളെ ഔലിയാക്കന്മാരെ രക്ഷപ്പെടുത്തും. മൊഹീദ്ദീൻ ഷേഖിനെ കാക്കണേ എന്ന് പറഞ്ഞാൽ കുത്തുബിയത്ത് ഞങ്ങൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മൊഹീദ്ദീൻ ഷേഖ് വന്നുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തും, അവർ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്ന വിശ്വാസം ഈ കാലഘട്ടത്തിലുണ്ട്. മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങളുടെ ഈ ധാരണ ശരിയല്ല, നിങ്ങളുടെ ഈ ചിന്ത ശരിയല്ല, മറിച്ച് ആ വിഷയത്തിൽ യാഥാർത്ഥ്യം ഇന്നതാണ് എന്നല്ല പറയുന്നു 26-ാമത്തെ ആയത്തിൽ. വകം മിൻ മലകിൻ ഫിസ് സമാവാതി ലാ തുഗ്നി ശഫാഅതുഹും ശൈആ ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദന അല്ലാഹു ലിമൻ യശാഉ വയർളാ. വകം മിൻ മലക്, ആകാശങ്ങളിൽ, വകം എത്രയുണ്ട്, എത്രയാണുള്ളത്, മിൻ മലക്കിൻ, മലക്കുകളിൽ നിന്ന്, ഫിസ് സമാവാതി, ആകാശലോകത്ത്, ലാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹുവ, അള്ളാഹുവിന്റെ പട്ടാളക്കാരാകുന്ന മലക്കുകൾ എത്രയുണ്ടെന്ന് പറയാൻ ലോകത്ത് ഒരാൾക്കും കഴിയുകയില്ല. മലക്കുകളെ അള്ളാഹുവിന്റെ പെൺമക്കളായിട്ടാണ് അറേബ്യൻ മുശ്രിക്കുകൾ ചിത്രീകരിച്ചിരുന്നത്. എന്നാൽ നിങ്ങൾ വിളിച്ചു തേടുകയും നിങ്ങൾ ദേവികളായി അള്ളാഹുവിന്റെ പെൺമക്കളായി കണക്കാക്കുന്ന മലക്കുകൾ ആകാശത്ത് എത്രയുണ്ട്? ആ മലക്കുകൾക്കെല്ലാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാനുള്ള അധികാരമുണ്ടോ? ഔലിയാക്കളാകട്ടെ ബീവിമാരാകട്ടെ, അല്ലാഹു തആല മലക്കുകളെ കുറിച്ച് അവിടെ പറയുന്നത്, കാരണം മക്കയിലെ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ്, മലക്കുകളാണ് എന്ന അർത്ഥത്തിലായിരുന്നു, എന്ന വിശ്വാസത്തിലായിരുന്നു അവരോട് വിളിച്ചു തേടിയിരുന്നത്, അവരെ ആരാധിച്ചിരുന്നത്. അള്ളാഹു ചോദിക്കുകയാണ്, വകം മിൻ മലകിൻ ഫിസ് സമാവാത്, ആകാശങ്ങളിൽ എത്രയോ മലക്കുകളുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നു, അവർ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുമോ? ലാ തുഗ്നി ശഫാഅതുഹും ശൈആ, ലാ തുഗ്നി, ഉപകരിക്കുകയില്ല, ശഫാഅതുഹും, അവരുടെ ശുപാർശ, ശൈഅൻ, ഒട്ടും, ഒരു നിലക്കും അവരുടെ ഒരു ശുപാർശയും യാതൊരു നിലക്കും പ്രയോജനം ചെയ്യുകയില്ല. ഇല്ലാ മിൻ ബഅദ്, ശേഷമല്ലാതെ, അയ്യഅ്ദന, അനുവാദം കൊടുത്തതിന് ശേഷമല്ലാതെ, അല്ലാഹു അനുവാദം കൊടുത്തതിന് ശേഷമല്ലാതെ ഒരാളുടെയും ശുപാർശ ഉപകരിക്കുകയില്ല. ലിമൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക്, വയർള, അവൻ തൃപ്തിപ്പെടുകയും ചെയ്യുന്നവർക്ക്. അപ്പൊ ആകാശങ്ങളിൽ എത്ര മലക്കുകളാണുള്ളത്, അവരുടെ ശുപാർശ യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല. അള്ളാഹു അവൻ ഉദ്ദേശിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്നവർക്ക് ശുപാർശയ്ക്ക് അനുവാദം നൽകിയതിന്റെ ശേഷമല്ലാതെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ഇവരുടെ ഈ വാദം തെറ്റാണ്, ഇവരുടെ ഈ ചിന്ത തെറ്റാണ്. ഈ ഔലിയാക്കളും അതുപോലെ മലക്കുകളും ഒക്കെ നാളെ നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും, ശുപാർശ ചെയ്യും എന്നത് അത് തെറ്റായ ധാരണയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറതി ലയുസമ്മൂനൽ മലായികത തസ്മിയതൽ ഉൻസാ. ഇന്നല്ലദീന, തീർച്ചയായും ഒരു വിഭാഗം, ഒരു കൂട്ടർ, ലാ യുഅ്മിനൂന, വിശ്വസിക്കാത്ത ഒരു കൂട്ടർ. എന്തുകൊണ്ട് വിശ്വസിച്ചിട്ടില്ല? ബിൽആഖിറ, പരലോകത്തിൽ. അപ്പൊ പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ, ലയുസമ്മൂന, അവർ നാമകരണം ചെയ്യുന്നു, അൽ മലായികത, മലക്കുകൾക്ക്, തസ്മിയതൽ ഉൻസ, പെണ്ണിന്റെ നാമകരണമാണ്, പെണ്ണിന്റെ നാമകരണം വെക്കുന്നു. തീർച്ചയായും പരലോകത്തിൽ വിശ്വസിക്കാത്തവർ മലക്കുകൾക്ക് പേരിടുന്നത് സ്ത്രീ നാമങ്ങളെയാകുന്നു. എല്ലാ മലക്കുകൾക്കും സ്ത്രീകളുടെ, കാരണം അള്ളാഹുവിന്റെ പെൺകുട്ടികളാണെന്നാണ് അവരുടെ വിശ്വാസം, അതുകൊണ്ട് സ്ത്രീകളുടെ പേരുകളാണ് ഈ മലക്കുകൾക്കെല്ലാം അവർ ഇടുന്നത്. അവർ പരലോകം കൊണ്ട് വിശ്വസിക്കാത്തവരാണ് എന്ന് അള്ളാഹു പറയുന്നു. തുടർന്ന് വമാ ലഹും ബിഹി മിൻ ഇൽമ്,
വമാലഹും അവർക്കില്ല ബിഹി അതിനെക്കുറിച്ച് മിൻ ഇൽമ് ഒരു അറിവും ഇല്ല. മലക്കുകളെ കുറിച്ച് ഒരു ധാരണയില്ല. എത്ര മലക്കുകൾ ഉണ്ട് എന്നവർക്കറിയില്ല. ഒന്നുമില്ലാതെ അവർക്ക് അതിനെപ്പറ്റി യാതൊരു അറിവുമില്ലാതെ തസ്മിയത്തൽ ഉൻസ സ്ത്രീകളുടെ പേരുകൾ മലക്കുകൾക്ക് അവർ ഇടുകയാണ്. വമാലഹും അവർക്കില്ല ബിഹി അതിനെക്കുറിച്ച് മിൻ ഇൽമ് ഒരറിവും ഇല്ല. എന്നിട്ടോ അവർ പിൻപറ്റുന്നില്ല ഇല്ലല്ലൊന്ന ഭാവനകളെ അല്ലാതെ, ഊഹങ്ങളെ അല്ലാതെ. അപ്പൊ ഒരു ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ, ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ, വെറും ധാരണയിൽ നിന്ന് മാത്രമാണ് മലക്കുകൾ പെൺകുട്ടികളാ അള്ളാഹുവിന്റെ പെൺമക്കളാണെന്ന് പറയുന്നതും അതിന് അത്തരത്തിൽ പേരുകൾ നാമകരണം ഇടുന്നതുമല്ല, വെറും ഒരു ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഊഹങ്ങൾ, ഇത്തരത്തിലുള്ള ധാരണകൾ ലാ യുഅ്നി ഉപകരിക്കുകയില്ല. മിനൽ ഹഖ് ലാ യുഅ്നി ഉപകരിക്കുകയില്ല. മിനൽ ഹഖ് ഹഖ് സത്യം, മിനൽ ഹഖ് സത്യത്തെ സംബന്ധിച്ച്, സത്യമായ കാര്യത്തിന് ഷൈഅൻ യാതൊരു ഉപകാരവും ചെയ്യുകയില്ല. 26, 27, 28 ഈ 3 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് ആദ്യമേ എന്തില്ല? പരലോകത്തിൽ അവർക്ക് വിശ്വാസമില്ല. മരണാനന്തരം ഒരു ജീവിതമുണ്ട്, അവിടെയാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുക എന്നതിനെക്കുറിച്ച് ഒരു വിശ്വാസവും ഇല്ലാത്തവരാണ് മക്കയിലെ മുശ്രിക്കീങ്ങൾ. ആ വിശ്വാസം, പരലോക വിശ്വാസം ഇല്ല എന്നതിന് പുറമെ അവർ അള്ളാഹുവിന് മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണെന്നും അങ്ങനെ അവർ സ്ത്രീകളാണെന്നുള്ള ആ വിശ്വാസം വെച്ചു പുലർത്തിക്കൊണ്ട് സ്ത്രീകളുടേതായ നാമങ്ങളും അവരുടേതായ വിശേഷണങ്ങളും ഇവർക്ക് നൽകി, മലക്കുകൾക്ക്. എന്നാൽ ആ മലക്കുകൾ അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇല്ല, ഒരിക്കലും റഹ്മാനായ റബ്ബ് അവൻ ആർക്കാണോ സമ്മതം കൊടുക്കുന്നത് അവർക്ക് മാത്രമേ ശുപാർശ ചെയ്യാൻ പറ്റൂ. അള്ളാന്റെ സമ്മതമില്ലാതെ ഒരാൾക്ക് ശുപാർശ ചെയ്യാൻ കഴിയൂല. ഞാൻ വിളിച്ചു തേടുന്ന ഔലിയ പാപ്പ, ഞാൻ വിളിച്ചു തേടുന്ന ബീവി, അവരൊക്കെ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും എന്ന വിശ്വാസം ശരിയല്ല. കാരണം ആർക്കാണ് അള്ളാഹു അനുവാദം കൊടുക്കുക ഷഫാഅത്തിന്? അറിയില്ല. മാത്രവുമല്ല, ആരെ രക്ഷപ്പെടുത്താനാണോ അള്ളാഹു സമ്മതം കൊടുക്കുന്നത് അവരെ മാത്രമേ രക്ഷപ്പെടുത്തുവാനും അവർക്ക് വേണ്ടി മാത്രമേ ശുപാർശ ചെയ്യാനും പറ്റൂ. അപ്പോൾ ശുപാർശ ചെയ്യണമെങ്കിൽ അള്ളാഹുവിന്റെ സമ്മതം ഉണ്ടാകണം. അതേ പ്രകാരം ആർക്ക് വേണ്ടിയാണോ ശുപാർശ ചെയ്യുന്നത് അതിനും അള്ളാഹുവിന്റെ കൃത്യമായ അനുവാദം ഉണ്ടാകണം. അള്ളാഹുവിന്റെ സമ്മതമില്ലാതെ ഒരാൾക്കും ഒരു റെക്കമെൻഡും നാളെ പരലോകത്ത് ചെയ്യാൻ കഴിയില്ല. അതൊരിക്കലും ഉപകാരം ചെയ്യുകയില്ല. അള്ളാഹു തൃപ്തിപ്പെടുകയും അള്ളാഹു ഉദ്ദേശിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ അവൻ ശുപാർശക്കുള്ള അനുവാദം കൊടുക്കുകയുള്ളൂ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അള്ളാഹു തആല അവസാനം പറഞ്ഞു, യാഥാർത്ഥ്യം ഇവിടെയുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായ പ്രമാണങ്ങൾ കിട്ടിയിട്ടുണ്ട്. സന്മാർഗം ഇന്നതാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാകാമല്ലോ, അവിടെ തെളിവുണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ, വിശുദ്ധ ഖുർആനിൽ ഒരു തെളിവുമില്ല എന്ന് അല്ലാഹു പറഞ്ഞതിനു തെളിവുകൾ ഉണ്ടാക്കി ആരുടെയെങ്കിലൊക്കെ വാചകങ്ങൾ അടർത്തിക്കൊണ്ടുവന്നു, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ തെറ്റായ അർത്ഥങ്ങളും രൂപകൽപ്പനകളും കൊടുത്ത് അത്തരത്തിൽ തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അവർ വെറും ഊഹത്തെ മാത്രമാണ് പിൻപറ്റുന്നത്. ആ ഊഹം യഥാർത്ഥത്തെ സംബന്ധിച്ച് ഒരിക്കലും തന്നെ ഒരു ഉപകാരവും നൽകാത്തതാണ്. സത്യം മറച്ചുവെക്കാൻ, സത്യമില്ലാതെയാക്കാൻ അവരുടെ ഊഹങ്ങളെ കൊണ്ട് കഴിയുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇയ്യാകും വല്ലൻ ഫഇന്നൽ വന്ന അക്ദബുൽ ഹദീസ്. നിങ്ങൾ ഊഹത്തെ ഉപേക്ഷിക്കണം. ധാരണ ഒരിക്കലും ഒരാളെ കുറിച്ചോ അതല്ലെങ്കിൽ കുടുംബത്തെ കുറിച്ചോ മറ്റുള്ള ആളുകളെ കുറിച്ചോ മറ്റു സംഘടനകളെ കുറിച്ചോ ഒന്നും വേണ്ടാത്ത ഒരു ചിന്ത നമ്മുടെ മനസ്സുകളിലേക്ക് ഉണ്ടാകരുത്. തെറ്റായ ധാരണകൾ ഉണ്ടാകാൻ പാടില്ല. ആ ധാരണകൾ തീർച്ചയായും വർത്തമാനത്തിൽ വെച്ച് ഏറ്റവും കളവ് അത്തരത്തിലുള്ള ധാരണകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തു. അപ്പോൾ ഒരു കാര്യത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിനും ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് വിശ്വസിക്കണമെങ്കിൽ എന്ത് വേണം? കൃത്യമായ രേഖയുണ്ടാകണം, കൃത്യമായ തെളിവുകൾ ഉണ്ടാകണം. അത് അല്ലാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ച തെളിവുകൾ ഉണ്ടാകണം. അങ്ങനെയാകുമ്പോൾ മാത്രമേ ഒരു കാര്യത്തിൽ വിശ്വസിക്കേണ്ടതുള്ളൂ, അത് ചെയ്യേണ്ടതുള്ളൂ. എന്നാൽ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന, അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു തേടുന്ന ഒരാൾക്കും
ഒരു പ്രമാണവും ഇല്ല, ഒരു തെളിവും വിശുദ്ധ ഖുർആനിലോ ഹദീസുകളിലോ ഇല്ല. അവർ അവരുടെ ദേഹേച്ഛകളെയും ഊഹങ്ങളെയും മാത്രമാണ് പിൻപറ്റുന്നത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് ഊഹാപോഹങ്ങൾക്ക് പിന്നാലെ പോകാതിരിക്കുക, ദേഹേച്ഛകൾക്ക് പിന്നാലെ പോകാതിരിക്കുക. അവർ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തുകൊള്ളും, അവിടെ അവരെ രക്ഷപ്പെടുത്തിക്കൊള്ളും എന്ന ധാരണ ഒരിക്കലും ശരിയായതല്ല. അത് അള്ളാഹു പഠിപ്പിച്ചതല്ല. അല്ല പറയുന്നത് ഒരിക്കലും അവർക്ക് ശുപാർശ ചെയ്യാൻ കഴിയില്ല അള്ളാഹുവിന്റെ സമ്മതമില്ലാതെ എന്നതാണ്. അതുകൊണ്ട് കൃത്യമായി റഹ്മാനായ റബ്ബിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്ന യഥാർത്ഥ മുവഹ്ഹിദീങ്ങളാവുക. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അംലിൽ ഇൻസാനി മാ തമന്നാ, അതല്ല മനുഷ്യന് അവൻ മോഹിച്ചതാണോ ലഭിക്കുന്നത്? ഫലില്ലാഹിൽ ആഖിറതു വൽ ഊലാ, എന്നാൽ അള്ളാഹുവിനാകുന്നു പരലോകവും ഇഹലോകവും. വകം മിൻ മലകിൻ ഫിസ് സമാവാതി ലാ തുഗ്നി ശഫാഅതുഹും ശൈആ ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദന അല്ലാഹു ലിമൻ യശാഉ വയർളാ. ആകാശങ്ങളിൽ എത്ര മലക്കുകളാണുള്ളത്, അവരുടെ ശുപാർശ യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല. അള്ളാഹു അവൻ ഉദ്ദേശിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്നവർക്ക് ശുപാർശക്ക് അനുവാദം നൽകിയതിന്റെ ശേഷമല്ലാതെ. ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറതി ലയുസമ്മൂനൽ മലായികത തസ്മിയതൽ ഉൻസാ, തീർച്ചയായും പരലോകത്തിൽ വിശ്വസിക്കാത്തവർ പെൺവർഗത്തിന്റെ നാമകരണം പോലെ മലക്കുകൾക്ക് നാമകരണം ചെയ്തു വരുന്നു. വമാ ലഹും ബിഹി മിൻ ഇൽമിൻ യത്തബിഊന ഇല്ലല്ലൻ വഇന്നല്ലന്ന ലാ യുഗ്നി മിനൽ ഹഖ് ശൈആ, അവർക്ക് അതിനെപ്പറ്റി യാതൊരു അറിവ് ഇല്ല താനും. അവർ ഊഹത്തെ അല്ലാതെ പിൻപറ്റുന്നില്ല. ഊഹമാകട്ടെ തീർച്ചയായും യഥാർത്ഥത്തെ സംബന്ധിച്ച് ഒട്ടും തന്നെ ഉപകരിക്കുന്നതുമല്ല.